നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം നമ്മൾ പറയുന്നത് വിഷുഫലത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ 1201 മേടമാസം 1 ചൊവ്വാഴ്ചയാണ് നമുക്ക് ഈ പ്രാവശ്യത്തെ വിഷു മേട രവി സംക്രമം. അപ്പം മേടമാസത്തിലേക്ക് സൂര്യന്റെ സംക്രമം വരുന്ന സമയം. അപ്പൊ ഈ ഒരു വർഷം അതായത് ഏപ്രിൽ മാസം 14/4/2026 വിഷു മേട രവി സംക്രമം. വിഷുഫലം നമ്മൾ പറയുന്നത് ആ ഒരു സമയത്താണ്, മേടം 1 അപ്പൊ ഈ ഒരു സമയത്ത് ഏതൊക്കെ കൂറുകാർക്കും നക്ഷത്രക്കാർക്കും വരുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സംക്രമ സമയത്ത് ചൊവ്വാഴ്ചയാണ് വരുന്നത്. ചതയ നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ നമുക്ക് സംക്രമം നടക്കുന്നത്. അപ്പൊ നക്ഷത്രം ചതയമാണ്, പക്ഷെ മേടത്തിലാണ് സൂര്യനും മേടത്തില് സൂര്യ സംക്രമമാണ്. അപ്പൊ ഈ മേടമാസത്തില് മേടം കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് അശ്വതി ഭരണി കാർത്തികയുടെ കാലി ആ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു വർഷത്തില് ഏപ്രിൽ 4 ആണെങ്കിലും 3 അവർക്ക് വ്യാഴം നിന്നിരുന്നത്. അപ്പൊ ജൂൺ മാസം 2 കൂടി വ്യാഴത്തിനൊരു മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഒരു ഏപ്രിൽ കഴിഞ്ഞാൽ വിഷു 1 ശേഷം അവർക്കൊരു നല്ല സമയം തന്നെയാണ്. പിന്നെ 2 മാസം കൂടി കഴിഞ്ഞ് വ്യാഴം 4 വരും. ആ വ്യാഴം നമുക്ക് കർക്കിടകത്തിൽ ഉച്ചസ്ഥനാണ്. അപ്പൊ 4-ാം ഭാവത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ അവർക്ക് 12 ശനീശ്വരൻ നിൽക്കുന്നത്. ഈ ഒരു വർഷം ശനിയിടയ്ക്ക് മാറ്റില്ല. എന്നാലും ആ 12 ശനിയും 3 വ്യാഴം നിലനിന്നിരുന്ന സമയത്ത് ഇപ്പൊ വ്യാഴത്തിന്റെ ഒരു മാറ്റം ഈ വർഷം അവർക്കൊരു നല്ല ഫലത്തെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ശനിയുടെ 12 നിൽക്കുന്ന അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളുടെ ഓരോ വീഡിയോയിലും പറയും ശനി 12 ഏഴര ശനിയുടെ കാലഘട്ടമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു ഈ ഒരു വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വർഷത്തില് മേടക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഏഴര ശനി തുടങ്ങിയിട്ടാണെങ്കിൽ ഈ ഒരു വർഷം വ്യാഴം 4 വരുമ്പോൾ പുതിയ വീട് വെക്കാനോ അല്ലെങ്കിൽ പുതിയ പുതിയ പദ്ധതികൾ നമുക്ക് ആലോചിച്ച് പുതിയ വാഹനാദികളും കാര്യങ്ങൾക്കും നടക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഓരോ വിഷുവിനെ നമുക്ക് പുതിയ പണ്ട് കാലത്ത് ഈ സംക്രമമൊക്കെ നടക്കുമ്പോൾ വിത്ത് ഇടുക, അതില് എന്തെല്ലാം കായഫലങ്ങളാണ് നമുക്ക് ഉണ്ടാവുക, അതൊക്കെ നമ്മൾ ഇതിൽ പറയൂട്ട. 2 പറ വർഷമാണ്, ധാരാളം മഴ ലഭിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം നമുക്ക് വരുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് ഈ രാശിയിൽ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെ സൂര്യന് ഏറ്റവും മേടമാസമാണ് ഏറ്റവും ഉച്ചരാശിയാണ് സൂര്യന്റെ. അപ്പോൾ ആ മേടത്തിൽ സൂര്യൻ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ മേട രാശിക്കാർക്ക് ആ ഒരു മാസം ഏറ്റവും നല്ലതാണ്. മേടമാസം ഏറ്റവും നല്ല ഫലങ്ങളും നല്ല നല്ല അനുഭവങ്ങളിലൂടെയാണ് അവർക്ക് ഈ ഒരു വർഷം പോകാനായിട്ട് സാധിക്കുക. അപ്പൊ 4 വ്യാഴത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിദേശ പഠനത്തിനൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു ഭാവിയിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് കഷ്ടം ബുദ്ധിമുട്ടുകളൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിലും വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ മേടം എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശിയാണ്. അപ്പൊ ചൊവ്വയുടെ രാശി വരുമ്പോൾ ചൊവ്വയാണെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ. കുറച്ച് 2.5 മാസം നിൽക്കും, 3 മാസം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ഈ ചൊവ്വയുടെ ഒരു നാഥനായതുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ പോവാം. ദേവീക്ഷേത്രവുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കുക, ദേവിയെ നന്നായി ഭജിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മേടം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഫലമാണ് ഈ ഒരു വർഷം നടക്കുന്നത്. അപ്പൊ അവര് ഇപ്പോ വീടിന്റെ ലോൺ കിട്ടുന്നതിനോ അല്ലെങ്കിൽ വീട് വെക്കാനോ പുതിയ വാഹനാദികൾ ഉണ്ടാകുന്നതോ പ്രൊമോഷൻ അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് 4-ാം ഭാവം നമ്മുടെ കുടുംബമാണ്, നമ്മുടെ തറവാടാണ്. അവിടേക്കൊക്കെ വരുന്ന ഏറ്റവും ഒരു നല്ല ഭാവത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവര് അതറിഞ്ഞുകൊണ്ട് 12 ശനിയുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യണം. അത് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. ശനീശ്വരൻ വന്നു കഴിഞ്ഞാൽ ഹാർഡ് വർക്കാണ് ചെയ്യേണ്ടതെന്ന്. ഒരു കാര്യത്തിന് നമുക്ക് 10 പ്രാവശ്യം പോകണമെങ്കിലും നമുക്ക് മടിയില്ലാതെ പോവാം. അപ്പൊ അത് അവിടെ ഏറ്റവും നല്ല ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. പിന്നെ രോഗാവസ്ഥകൾ അത് ഉണ്ടാവുന്നതാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശനീശ്വരൻ ഞരമ്പിന്റെ ഒക്കെ ഒരാളാണ്. അപ്പൊ കാലുവേദന,
മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെയാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ, തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ദേവീ ക്ഷേത്രത്തിൽ പോവാ, വിഷ്ണു സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക, അതേപോലെ മുന്നോട്ടുള്ള നമ്മുടെ ഓരോ വഴിയും വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല രാശിയിലേക്ക് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് വരാനായിട്ട് സാധിക്കും. ഇതാണ് മേടൻ രാശിക്കാരെ കുറിച്ച് നമുക്ക് പറയുന്നത്. ഇനി ഇടവൻ രാശി. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരത്തിൽ അരയും കൂടിയതാണ് ഇടവൻ രാശി. അപ്പൊ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു വർഷം ഇപ്പൊ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ നല്ലൊരു സമയമാണ്. 2-ലാണ് വ്യാഴം നിൽക്കുന്നത്, 11-ൽ തന്നെയാണ് നമ്മുടെ ശനീശ്വരൻ നിൽക്കുന്നത്. പക്ഷെ ജൂൺ മാസം 2-ാം തീയതിയോട് കൂടി ഈ വ്യാഴം അവർക്ക് 2-ലേക്ക് മാറി 3-ലേക്ക് വരികയാണ്. അതും കർക്കിടക രാശിയാണ്. 3 മനസ്സിന്റെ കാരകത്വമുള്ള ഒരു ഭാവം കൂടിയാണ്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികളും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ രോഗങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമുക്ക് 2-ലായിരുന്നു വ്യാഴം, ഏറ്റവും നല്ലൊരു ഭാവത്തിലാണ്. പുതിയ പദ്ധതികളൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി എടുക്കുക. 11-ലെ ശനീശ്വരൻ നിങ്ങൾക്ക് നല്ലതാണ്. ശനി അവിടെ അനുകൂലാവസ്ഥയാണ്. അതുകൊണ്ട് മനസ്സിനെ ഒന്നും വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷെ 3-ലെ വ്യാഴം എപ്പോഴും മുറവിളി കൂട്ടും എന്നാണ് ഇങ്ങനെ ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ എപ്പോഴും നമ്മൾ അലട്ടാനായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഈ 3 വ്യാഴത്തിന് നിങ്ങളുടെ ഭാവത്തിന് 8-ന്റെ 11-ന്റെയും ഭാവമുണ്ട്. അപ്പോ ആ അഷ്ടമം എന്ന ഭാവം നമുക്ക് ഇത്തിരി രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. കടം അധികം വാങ്ങാതെ, കടമില്ലാതെ വർക്ക് ചെയ്തിട്ട് നമ്മളുടെ ജോലി നന്നായിട്ട് ചെയ്തിട്ട് നമുക്ക് സമ്പാദ്യഭാവത്തിൽ എത്താനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇത് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്ന പല പ്രതിസന്ധികൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. പിന്നെ എന്തുണ്ടെങ്കിലും അതിനെ ഏറ്റവും കൂടുതൽ നമ്മുടെ തലയിലേക്ക് ഏൽക്കാതെ നമ്മൾ നന്നായിട്ട് ഭഗവാനെ ശ്രദ്ധിച്ച്, അതായത് ഭഗവാന്റെ കാല് പിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ 3-ല് വ്യാഴാണ്. അപ്പൊ അത് വിചാരിച്ച് പിന്നെ 2-ാം ഭാവം അധിപതിയായിരുന്ന ബുധനും ശുക്രനും ചൊവ്വയും ഒക്കെ ഓരോരോ ഭാവങ്ങളിൽ ഉണ്ടായിരിക്കും. ഈ ഒരു വർഷം ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് നോക്കുക. ശനീശ്വരൻ ഈ ഒരു വർഷം നമുക്ക് മാറുന്നില്ല. അപ്പോൾ ഈ ഒരു വർഷഫലം, അതായത് വിഷുഫലത്തില് ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഇടവ രാശിക്കാർക്കും ഏറ്റവും നല്ലതാണ്. അപ്പൊ അവര് ഈ നക്ഷത്രക്കാരിൽ ഉൾപ്പെടുന്നവര് വിദേശവാസത്തിനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു നമുക്ക് പുതിയ ഒരു പ്രൊമോഷൻ ആഗ്രഹിച്ച് അതും കാത്തിരിക്കുന്നവരാണെങ്കിലോ ചിലപ്പോ ഈ ജൂൺ മാസം കഴിഞ്ഞാൽ അതിനൊരു ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എന്ത് തടസ്സം ഉണ്ടെങ്കിലും നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഓരോ സഹസ്രനാമത്തിന് ഒരേ പ്രത്യേകതകളുണ്ട്. പിന്നെ ദേവിയെ നന്നായിട്ട് ആരാധിക്കുക. ദേവിയെ ഉപാസിക്കുന്നവരാണെങ്കിൽ അതിന്റെ ഏറ്റവും ലളിതാ സഹസ്രനാമം ഏറ്റവും നന്നായിട്ട് തന്നെ ജപിക്കുക. ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാൽ ഏറ്റവും നല്ല ഭാവത്തിലെത്താനായിട്ട് നമുക്ക് സാധിക്കും. സഹസ്രനാമം നമ്മൾ വെറുതെ ജപിക്കല്ലല്ലോ. അതിന്റെ ഓരോ വാക്കുകളിലും ദേവി നമുക്ക് അതിനായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഹിണി, കാർത്തികയുടെ മുക്കാൽ ഭാഗവും മകേരത്തിൽ അരയും കൂടുന്ന ഈ ഇടവക്കൂറുകാര് അവരുടെ ബിസിനസ് ഒക്കെ വരുമ്പോൾ സാമ്പത്തികം പെട്ടെന്ന് എടുത്തിറക്കാതെ വളരെ കെയർഫുൾ ആയിരിക്കണം 3-ലേക്ക് വരുമ്പോൾ. അതായത് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം. അപ്പൊ വിഷു സംക്രമം ഒക്കെ നല്ലതാണ്. നമുക്ക് ആ മേടമാസം വളരെ കരുതിയിരിക്കണം. 12-ലാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത്. 11-ല് ശനീശ്വരനുണ്ട്. വിഷുവിന് ശേഷം, അതായത് ജൂൺ 2-ാം തീയതിക്ക് ശേഷം വ്യാഴത്തിന്റെ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ വിഷ്ണു സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. വിഷ്ണുവിന് കദളിപ്പഴം നേദിച്ച് അത് നമ്മൾ തന്നെ കഴിക്കുക. അപ്പൊ നമ്മുടെ ഈ ടെൻഷനൊക്കെ ഒരു കുറവ് കിട്ടും. അതൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ചെറിയ ചെറിയ വഴിപാടുകളാണ് നമ്മൾ ഇതിൽ പറഞ്ഞു തരുന്നത്. പിന്നെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ദേവീ ക്ഷേത്രത്തില്, ദുർഗാദേവി ക്ഷേത്രത്തിൽ പോയി ജയദുർഗാ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യാം. അപ്പൊ ജയദുർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജയിച്ചു വരാനുള്ളതാണ് ജയദുർഗ. അപ്പൊ ആ ഒരു ഇത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാം. അപ്പൊ അതൊക്കെ ഏറ്റവും നല്ല ഭാവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം
നമുക്ക് സാധിക്കണം. അതിനാണ് നമുക്ക് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. 3-ലാണ് വ്യാഴം വരുന്നത് എന്ന് മുൻകൂട്ടി പറയുമ്പോൾ നിങ്ങളതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നതാണ്. അതാണ് ഈ ഇടവൻ രാശിയിൽ കൂടുന്ന നക്ഷത്രങ്ങൾക്കും വരുന്നതാണ് ഇതൊക്കെ. അപ്പൊ വിഷുഫലം നമുക്ക് അനുകൂലാവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് ഇതൊക്കെ ഈ വഴിപാടുകളൊക്കെ ചെയ്യാം. പിന്നെ ഗണപതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതൊക്കെ ചെയ്ത് ഏറ്റവും നല്ല ഭാവത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ വിഷുഫലം നമുക്ക് മിഥുനക്കൂറ് മകേരത്തിലെ അരയും തിരുവാതിരയും പുണർദത്തിന്റെ മുക്കാൽ ഭാഗവും കൂടിയത് മുക്കാലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ആയിരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് 2ലേക്കാണ് വിഷുവിന്റെ ഫലമനുസരിച്ച് വ്യാഴം മാറ്റം വരിക, 2ലേക്കാണ് വരിക. അപ്പൊ ഏറ്റവും നല്ലതാണ് വിഷുഫലത്തിന്റെ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണെന്ന്. കാരണം ശനീശ്വരൻ 10ലാണ്, കണ്ടകശനിയുണ്ട്. 2-ാം തീയതി, അതായത് ജൂൺ 2-ാം തീയതിക്ക് ശേഷം വ്യാഴം നമുക്ക് 2ലേക്ക് വരും. ലഗ്നത്തിൽ നിൽക്കുന്നതിനേക്കാളും നല്ലത് വ്യാഴം 2ലേക്ക് ഗോചരം ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ നോക്കണം കേട്ടോ. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഗ്രഹനില പ്രകാരം നമുക്ക് ഏത് ദശയാണ്, ഏത് അന്തർദശയിലാണ് നമ്മൾ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യവും മുന്നോട്ടെടുക്കാനായിട്ട്. ഇതൊക്കെ ഒരു ഗോചര ഫലം മാത്രമാണ്. ഒരു വർഷത്തില് ഇപ്പൊ വ്യാഴത്തിന്റെ മാറ്റം ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ വിഷുഫലത്തിൽ നമുക്ക് നല്ലതാണോ പൊട്ടയാണോ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാഴം നിങ്ങൾക്ക് 2ലേക്ക് വരുന്നുണ്ട്. അത് ഈ ഒരു വർഷം ഏറ്റവും നല്ലതാണ്. പിന്നെ കർമ്മത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. എപ്പോഴും ജോലിയിൽ മാത്രമായിരിക്കും. ഇപ്പൊ വീട്ടിൽ നമ്മള് പണിയെടുക്കുന്ന അമ്മമാരാണെങ്കിലും കൃത്യനിഷ്ഠമായിട്ട് വീട്ടിലെ ജോലികളൊക്കെ അടക്കി പറക്കി വെക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പണിയെടുത്താലും നമുക്ക് തീരില്ല. അവിടെ എടുക്കും ഇവിടെ എടുക്കും, അങ്ങനെ ആകെ അലങ്കോലമായിട്ട് ഇരിക്കും. എന്നുവെച്ചാൽ നമ്മൾ നന്നായിട്ട് അടയ്ക്കും ഒതുക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതൊക്കെ മറച്ച് തിരിച്ച് വെക്കേണ്ടവർ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ശിവന്റെ അമ്പലത്തിലൊക്കെ പോവാൻ, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ലൊരു ഭാവമാണ് കേട്ടോ ഈ പ്രാവശ്യം വരുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സുകാർക്ക് വ്യാഴമൊക്കെ 2ലേക്ക് വരുമ്പോൾ അവര് എന്തെടുത്താലും നല്ലതായിട്ട് വരിക. ഒരു പുതിയത് തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല ഭാവത്തിലേക്ക് എത്തിച്ചേരുക. അതൊക്കെ ഈ ഒരു വർഷം നമുക്ക് പെട്ടെന്ന് അനുഭവത്തിൽ വരുന്നൊരു സമയമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴത്തിന്റെ ഉച്ചക്ഷേത്രത്തിലേക്കാണ് വ്യാഴത്തിന്റെ വരവ്. അപ്പോൾ വിഷു 14-ാം തീയതിക്ക് ശേഷം ജൂൺ മാസം 2-ാം തീയതിയാണ് വ്യാഴത്തിന്റെ ഒരു മാറ്റം. അപ്പൊ ഈ ഒരു വർഷം നിങ്ങൾക്കും നല്ലൊരു സമയമാണ്. ആ സംക്രമിക്കുന്നതും നമുക്കൊരു നല്ല ചതയ നക്ഷത്രത്തിലാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ നമ്മുടെ വാക്കുകൾ വളരെയധികം സൂക്ഷിക്കുക. വാക്കുകളിലൂടെ തന്നെ നിങ്ങൾക്ക് ധനം വരുന്നത്. അപ്പൊ നമ്മുടെ വാക്കുകളാണ് എപ്പോഴും ഏറ്റവും ആവശ്യവും നമ്മുടെ വാക്കാണ്. അപ്പൊ 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ നിധി, കോശം, ധനം, വാക്കാണ്. അപ്പൊ നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് കുറേയധികം ധനസമ്പാദനത്തിനും പിന്നെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഒരാളുടെ മധ്യസ്ഥ വഹിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾ പോയാൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അവിടെ. അപ്പൊ ആ സ്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാം. പിന്നെ നമ്മള് ദേവീക്ഷേത്രത്തിൽ പോവാ. നമ്മുടെ ജോലി, ഞാൻ പറഞ്ഞു 10-ലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ ജോലിക്ക് തടസ്സങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശിവന്റെ അമ്പലത്തിൽ പോവാ. കൂവളത്തിൻ മാല അർച്ചന ചെയ്യുക, ശിവന് ധാര കൊടുക്കുക. ടെൻഷനൊക്കെ വരും കേട്ടോ, ടെൻഷനൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതിനൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ട് സ്വാഭാവികമായിട്ട്. ബട്ട് അതൊക്കെ എന്താന്ന് മനസ്സിലാക്കി ഓരോ ജോലിക്കാർക്കും ഓരോ പ്രത്യേകതയുണ്ടല്ലോ. അപ്പൊ അത് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോവാ. വിഷ്ണു സഹസ്രനാമം നല്ലതായിട്ട് ചൊല്ലുക. ദേവി ഭക്തരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേവിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക.